വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ ശ്രുതി. ഇന്നത്തെ വീഡിയോ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഫുഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒത്തിരി റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്. കാരണം നമ്മുടെ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഫുഡ് കഴിച്ചിട്ട് അവരുടെ വെയിറ്റ് ഒരുപാട് കുറച്ചു, ഒബെസിറ്റി കുറച്ചു എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഈ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഫുഡിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ, അത് ശരിക്കും കഴിച്ചാൽ നമ്മുടെ വണ്ണം കുറയോ എന്നുള്ളതൊക്കെ. നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ ദിനചര്യയും ഋതുചര്യയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്താണ്, നമ്മൾ ഓരോ ദിവസം കഴിക്കേണ്ട ആഹാരങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കുകയാണ്, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ, അതായത് അത് വളരെ നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് എന്നുള്ളത്. അപ്പോൾ അത് അക്യൂട്ട് ആയിട്ടുള്ളത്, അതായത് പെട്ടെന്ന് ഉള്ളൊരു നീർക്കെട്ടും ഉണ്ട്. പിന്നെ സാവധാനം നമ്മൾ അറിയാതെ തന്നെ നീർക്കെട്ട് വരികയും അത് നമുക്ക് ഒരുപാട് ഓർഗൻസിനെ ബാധിക്കുകയും അതാണ് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു നീർക്കെട്ട് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഡിഫെൻസ് ആക്ഷനാണ്. നമുക്ക് പെട്ടെന്ന് ഒരു തട്ടുമ്പോഴോ ഒക്കെ നന്നായിട്ടൊന്ന് ഇടിക്കുമ്പോഴോ ഒക്കെ നമുക്കൊരു നീര് വരും. അപ്പോൾ കുറച്ച് വേദനയൊക്കെ കുറച്ച് 2-3 ദിവസത്തേക്ക് കാണും, പിന്നെ അതങ്ങ് പോകും. അത് വളരെ അക്യൂട്ടായിട്ട് വളരെ നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇനി ക്രോണിക് ആയിട്ടുള്ള നീർക്കെട്ടുകളുണ്ട്, അതാണ് നമ്മളെ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്. ഇപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തടി കുറയും എന്ന് മാത്രമല്ല, നമുക്ക് മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനും ഉള്ള അസുഖത്തെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കുക എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള നീര്, നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാവുന്ന നീര് നമുക്ക് ഒത്തിരി അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതായത് ഇപ്പോൾ പ്രമേഹം ഉണ്ടാവാം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാവാം, ഹൃദ്രോഗം ഉണ്ടാവാം, ഫാറ്റി ലിവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വയറ്റിനൊക്കെ ആണെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉണ്ടാവും. അങ്ങനെ പല പല കൊളസ്ട്രോൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ഈ ഫുഡ്, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ നമ്മളെ കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ റീസൺ ഫുഡ് മാത്രമല്ല, മറ്റ് റീസൺസും ഉണ്ട്. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഉള്ള ലൈഫ് സ്റ്റൈൽ അല്ല, നമ്മൾ വളരെ ഒരു ആരോഗ്യകരമല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, പിന്നെ നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇതൊക്കെ വരാം. പിന്നെ അതിൻ്റെ കൂടെയാണ് നമുക്ക് ആഹാരം നമ്മൾ കഴിക്കുന്നത് ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളാണെങ്കിലും ഇതെല്ലാം വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്താണെന്ന് നോക്കാം, അതായത് നീർക്കെട്ട് കുറയ്ക്കുന്ന ആഹാരങ്ങൾ. ഇപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ പച്ചക്കറികൾ, അതിൽ ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. ഈ പലതരം പച്ചക്കറികൾ, പല കളറിലുള്ള പച്ചക്കറികൾ, ഇപ്പോൾ ക്യാരറ്റ്, മാങ്ങ, അങ്ങനെ പല പല കളറിലുള്ള പച്ചക്കറികൾ ദിവസവും കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇലക്കറികളും കൂടുതൽ കഴിക്കുക. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ, അതായത് നമ്മുടെ ചാള, പിന്നെ ചൂര, അയല പോലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ ദിവസവും ഒരു പ്രാവശ്യം കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇപ്പോൾ മുസമ്പി, ഓറഞ്ച്, അങ്ങനെയുള്ള വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ബെറീസിലാണെങ്കിൽ സ്ട്രോബെറി നല്ലതാണ്, ബ്ലൂബെറി നല്ലതാണ്. പിന്നെ നമുക്ക് മഞ്ഞൾ, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ, നമ്മൾ ആഹാരത്തിലൊക്കെ മഞ്ഞൾ ആവശ്യത്തിന് ചേർക്കുക. അപ്പം മഞ്ഞളിലുള്ളൊരു കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ആണ്. പിന്നെ ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലാമേറ്ററി പ്രോസസ്സിനെ നാച്ചുറലി കുറയ്ക്കുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് നമുക്ക് ഓരോ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക. പിന്നെ ധാന്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ, തവിടുള്ള ധാന്യങ്ങൾ. അപ്പം അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പം നമ്മുടെ വളരെയധികം ഷുഗർ നമ്മളെ കൂട്ടില്ല. ഷുഗർ കൂടുന്തോറും നമ്മുടെ ഇൻഫ്ലമേഷനും കൂടും. അപ്പം ഷുഗർ ലെവൽ റൈസ് ആവാത്ത രീതിയിലുള്ള ധാന്യങ്ങൾ കഴിക്കുക, മില്ലറ്റ്സ് കഴിക്കുക, റാഗി പോലുള്ളവ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ മധുരക്കിഴങ്ങ് നല്ലതാണ്. നമ്മളൊരു ആഴ്ചയിൽ 2-3 ദിവസം മധുരക്കിഴങ്ങ് നമ്മൾ ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം. പിന്നെ നട്ട്സ് വളരെ നല്ലതാണ്. അതിൽ തന്നെ ആമണ്ട്, ബദാമും വാൾനട്ടും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കഴിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും.
ഇങ്ങനെ ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഇൻഫ്ലമേഷൻ കുറയും. ഇനി ഇൻഫ്ലമേഷൻ കൂട്ടുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിനോടൊപ്പം ഇപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിനോടൊപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഉറക്കം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറക്കക്കുറവുള്ളവർക്കും ഇൻഫ്ലമേഷൻ വരാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കം. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ പല തരത്തിലുള്ള സ്ട്രെസ് റിലീഫ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബി ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുക. അങ്ങനെ നമ്മൾ സ്ട്രെസ് ലെവലും കൂടി കുറച്ച് നിർത്തുക, ഉറക്കവും കൂടി കറക്റ്റ് ആക്കുക. ഇനി ഇൻഫ്ലമേഷനെ കൂട്ടുന്ന ആഹാരങ്ങൾ ഏതാണെന്ന് നോക്കാം. നമുക്ക് തന്നെ അത് വളരെ അൺഹെൽത്തി ആയിട്ട് തോന്നുന്ന ആഹാരങ്ങൾ തന്നെയാണ്. അതായത് പാക്കറ്റ് ഫുഡ്, കുറച്ച് നാൾ ഇരിക്കുന്ന തരത്തിലുള്ള പാക്കറ്റ് ഫുഡ്, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, പിന്നെ അതുപോലെ തന്നെ കോള, അങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം, മദ്യം, പിന്നെ എല്ലാ ബേക്കറി ഐറ്റംസ്, അതായത് പേസ്ട്രീസ്, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ്. പിന്നെ റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട്, അവർക്കും ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കൂടിക്കൊണ്ടിരിക്കാം. വല്ലപ്പോഴും കഴിക്കുന്നതിൽ പ്രശ്നമില്ല. പിന്നെ വൈറ്റ് ബ്രെഡ്, പിന്നെ പാസ്ത, പിന്നെ ഈ മീറ്റ്, പ്രോസസ്ഡ് മീറ്റ്, അതായത് കുറച്ച് ലോങ് ലൈഫ് ഇരിക്കുന്ന മീറ്റ് ആയിട്ടുള്ള ഇറച്ചികൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ സോസേജ് പോലുള്ളവ, അങ്ങനെ കുറച്ച് ലോങ് ലൈഫുള്ള മീറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഷുഗേഴ്സ്, ഇതെല്ലാം നമുക്ക്, പിന്നെ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളത്, KFC, ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീർക്കെട്ട്, നമ്മൾ അറിയാതെയുള്ള നീർക്കെട്ട് വർദ്ധിക്കും. ക്രോണിക് ആയിട്ടുള്ള നീർക്കെട്ട് ഒരു ഇൻഫ്ലമേഷനിലേക്ക് പോയിട്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും അതിനോടൊപ്പം ഒബിസിറ്റി, അമിതവണ്ണവും ഒക്കെ ഉണ്ടാവാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ആഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ അമിതവണ്ണം മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനോടൊപ്പം ഇപ്പോൾ വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിനോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസും മസ്റ്റാണ്. നമ്മൾ എക്സസൈസും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഒബിസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന വേറെ മറ്റു പല കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇപ്പോൾ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ PCOD ഉള്ളവർക്ക്, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, ചില അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്നവർക്കൊക്കെ നമുക്ക് ഒബിസിറ്റി വരാം. അപ്പോൾ ഇതും കൂടിയൊക്കെ നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാത്ത തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് പ്ലസ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ഒബിസിറ്റി, നമ്മുടെ വെയിറ്റിന് മാർക്കബിൾ റിഡക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടും യൂസ്ഫുള്ളുമായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബേസിക്കലി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ട് അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക്